ഗ്രാൻഡ് മാജിക്കൽ സർക്കസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി വരാൻ പോകുന്ന ഐറ്റം ഒരു ജീപ്പ് ജമ്പിംഗ് ആണ്. ആ ജീപ്പ് ഹലോ എന്താ സംഭവം? ഇതെന്താ സംഭവം? എന്താ സംഭവം? കവടിയാർ കൊട്ടാരത്തിലെ, കുതിരമാളിയ കൊട്ടാരത്തിലെ, കിളിമാനൂർ കൊട്ടാരത്തിലെ മൊത്തം കിളിപോയി കിടക്കുന്നത് എന്താ സംഭവം? നിങ്ങൾ ഏത് കൊട്ടാരത്തിലെ? ഏത് കൊട്ടാരം? നിങ്ങളാരാ? ഇതെന്താ സംഭവം? നമ്മളെ ഇങ്ങോട്ട് ഇടിച്ചു കയറിയിട്ട് നിങ്ങൾ ആരാ? ഇത് സംഭവം ഇത് എവിടെ സ്ഥലം? ഇത് ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ ടെന്റാ ഇത്. ഹലോ, ചിരിക്കാതെ നിങ്ങൾ ചേട്ടാ, നിങ്ങൾ ചിരിക്കാതെ നിങ്ങൾ ആരാന്ന് പറ. ഇപ്പോഴെല്ലാം മനസ്സിലായത്. ഞാൻ പ്രശസ്ത ബാലൻ ആറ്റുകാൽ അമ്പുചാച്ചൻ. അതെ, മുമ്പ് ഞാൻ ഈ പരിസരത്ത് ബാല കളിക്കാൻ വന്നിട്ടുണ്ട്. അത് ഓർമ്മയുണ്ടോ? ഓർമ്മ കാണില്ലെന്ന് എനിക്കറിയാം. ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി പോയതല്ലേ. അന്ന് ബാല കഴിഞ്ഞപ്പോ തന്നെ ഒരു കാറില്ലാണ്ട് കമ്മിറ്റിക്കാർ നേരെ വന്നിട്ട് എന്നെ കെട്ടി വലിച്ചുകൊണ്ടിട്ട് ഒരു തെങ്ങിലാണ് കെട്ടിയിട്ട്. അത് എന്തിനാണ് ഇന്നും ഒരു പിടുത്തം കിട്ടില്ലെന്നേ. തന്തയ്ക്ക് പിറന്നത് കൊണ്ട് അങ്ങനെ കണ്ടോടാ. അന്ന് വേറെ സംഭവം ഉള്ളത്, ഈ ബാല ബുക്ക് ചെയ്തത് ഈ പരിസരത്ത് തന്നെ ഒരുത്തന്റെ പേര്, ഏജന്റ്, അവന്റെ പേര് വർക്കര വത്സൻ. ആസനത്തിൽ വാരം ചുരുട്ടി കിടക്കുന്ന അവനൊക്കെ ആ പേര് ചേരൂ, എനിക്ക് ചേരില്ല. അതെ, ഞാൻ ഈ പറയുമ്പോ ഈ എന്റെ തന്തക്കും തള്ളക്കും വിളിക്കാൻ എവിടെ ചെന്നാലും ഇത് മാത്രം കേൾക്കാണില്ല. എന്താ സംഭവം? ചേട്ടാ, ഇത് നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിന്റെ വേദിയാണ്. ഇവിടെ നാളെ ഒരു മാജിക്കും സിനിമയൊക്കെ മിക്സ് ചെയ്തിട്ടൊരു ഐറ്റം ഉണ്ട്. അതിന്റെ പ്രാക്ടീസ് അവിടെ നടക്കുന്നുണ്ട്. അതാണ് ഈ കേക്കണേ. ഞെട്ടണ്ട. അത് കേട്ട് ചേട്ടൻ ഞെട്ടേണ്ട കാര്യമില്ല. പ്രാക്ടീസ് തന്തക്കും തള്ളക്കും വിളിച്ചിട്ടാണ് പ്രാക്ടീസ് നടക്കുന്നത്. അങ്ങനെയൊക്കെ സിനിമയും സർക്കസും തമ്മിലുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതിന്റെ റിഹേഴ്സൽ നടക്കാം. പേടിക്കണ്ട. അല്ല കലേഷേട്ടാ, അവിടെ ആരും ഇല്ലേ? ആരാണ് ഇങ്ങനെ ഇങ്ങോട്ട് കയറ്റി വിട്ടത്? ചന്ദ്രപേട്ട ഇല്ലേ? ചന്ദ്രേട്ടാ, ആ സെക്യൂരിറ്റിനെ ഒന്ന് വിളിക്ക്. ഇത് ആരാ ഇവരെയൊക്കെ ഇങ്ങോട്ട് കയറ്റി വിട്ടത്? ഏത് ബന്ധുക്കാര് വന്നാലും കോഴിക്ക് കിടക്കപ്പുറത്തില്ല എന്ന് പറഞ്ഞു, എനിക്ക് കിടക്കപ്പുറത്തില്ല. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ ഉദ്ദേശിച്ച് മാത്രമാണ്. അതല്ല ചോദിച്ചേ, എന്താ ഇവിടെ പ്രശ്നം? എന്തിനാ എന്നെ വിളിച്ചേ? ഇതാരാണ് ഇവരൊക്കെ ഇങ്ങോട്ട് കയറി വരുന്നത്? രാജാവോ? അടിയൻ. എന്താണ് മഹാരാജാവ് അങ്ങയുടെ ആഗമന ഉദ്ദേശം? എന്റെ പൊന്നറിയാ, ഞാൻ രാജാവും മഹാരാജാവും ഒന്നും അല്ല. പിന്നെ ഇന്നൊരു ബാല ഉണ്ടായിരുന്നു. ബാല കളിച്ച് പകുതിയായപ്പോ ഓടേണ്ടി വന്നു. വെളിച്ചം കണ്ട് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ഒന്ന് കയറിയതാ. വെളിച്ചം കണ്ട് കയറി ഇയാളെന്താ ചെയ്യാൻ പറ്റിയോ? അതല്ലേ ഞാൻ ശരിക്കും ഓടിയതാണോ അതോ ഓടിച്ചതാണോ? ഓടിച്ചപ്പോ ഓടിക്കേറിയത്. അപ്പൊ ബാല പൊളിഞ്ഞു കാണും. അതെ, ആളുകളല്ല ഓടിച്ചത്. പിന്നെ ആരെ ഓടിച്ചിട്ട്? ആരെ ഓടിച്ചപ്പോ ഞാൻ ഓടി വന്ന് കയറി. അപ്പൊ മൃഗങ്ങൾക്ക് വരാൻ ബാല ഇഷ്ടമല്ലാണ്ടായി. ചിരിക്കൊന്നും വേണ്ട, എല്ലാ കാര്യം ഞാൻ തുറന്നു പറയാം. ഇങ്ങോട്ട് വന്നേ. മൃഗം ഒന്നും ഓടിച്ചിട്ടല്ല. പിന്നെ അതായത് ഞങ്ങൾ ബാലക്കാർ ഏത് സ്ഥലത്ത് ചെന്നാലും ബാല തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മുഴുവൻ പൈസയും ഞങ്ങളുടെ സാമ്പത്തിക സെക്രട്ടറി ഏൽപ്പിക്കണം എന്നുള്ള എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റ് പ്രകാരം സെക്രട്ടറി ഞാൻ വിളിച്ചു വരുത്തി. സെക്രട്ടറി പൈസ ആയിട്ട് വന്നു. ഈ പഹയം വന്നത് എങ്ങനെയാ? ഒരു സഞ്ചി ചില്ലറായിട്ടാ വന്നേക്കണം. ഈ ചില്ലറ എന്റെ മുന്നിൽ കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു, ചൊരിഞ്ഞിട്ട് പറഞ്ഞു, എണ്ണി എടുത്തോ, ബാക്കിയാണ് ഈ കമ്മിറ്റി പൈസ എത്തിച്ചേക്കാൻ പറഞ്ഞു. ഞാൻ ഈ ചില്ലറ മുഴുവൻ എണ്ണി ഞാൻ ചില്ലറക്കാരനല്ലല്ലോ. ഈ ചില്ലറ മുഴുവൻ എണ്ണി പകുതിയായപ്പോ ആറാട്ടിന് ഇറങ്ങാൻ നിൽക്കണ ആന അടഞ്ഞു. ആന അടഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ നിൽക്കുവോ? ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം ബഹളം, കരണ്ടും പോയി. എന്റെ മുന്നിലാണ് ഈ ചില്ലറ ഇങ്ങനെ കൂമ്പാരം കൂട്ടി നിൽക്കുകയാണ്. ഈ ചില്ലറല്ലേ വാരി എടുത്ത സഞ്ചിയിലാക്കി. ഈ സഞ്ചിയിലാക്കി ചില്ലറയെ വെച്ചിട്ട് ഞാനിങ്ങനെ ഓടുന്ന സമയത്ത് എന്റെ സൈഡിൽ കൂടി ചില്ലറ വേറൊരാൾ ഓടിപ്പോണു. ഞാൻ എന്റെ കയ്യിൽ ചില്ലറ മാറി നോട്ടാക്കാൻ നേരി അയാളുടെ പുറകെ ഓടിച്ചപ്പോ ആരാ? വെളിച്ചപ്പാട്. ചില്ലറ ശബ്ദമാണ് ഞാൻ കേൾക്കണത്. അത് ഞാൻ വിട്ട് എന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ വേറെ വീട്ടിൽ ചെന്ന് മുട്ടി. തട്ടി വിളിച്ചപ്പോ വാതിൽ തുറന്ന് വീട്ടുകാർ മൊത്തം വന്നപ്പോ ദൈവമേ എന്നെ കണ്ട് ഭഗവാനേ എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിലുള്ള മൊത്തം ചില്ലറ എന്റെ മേത്തേക്ക് ചൊരിഞ്ഞു. പിന്നെ ഞാൻ ആ ചില്ലറ കൊണ്ട് ഓടി എന്ന് പറഞ്ഞ നിസ്സാര ഓട്ടോല്ല, ചില്ലറ ഓട്ടോയിൽ ഓടിയത്. വെളിച്ചം കണ്ട് ഓടി വന്ന് ഇവിടെ കേറി നിങ്ങളെ കണ്ട്. ഇതാണ് സംഭവിച്ചത്. അത് ശരി. അല്ല ചേട്ടാ, ഈ ബാലയുടെ പേരെന്തായിരുന്നു? പഞ്ചമാട്ടവർ ചില്ലറക്കാരല്ല. അതല്ല, പഞ്ചമാട്ടവർ +2. പഞ്ചപാണ്ഡവർ +2? അല്ല, പഞ്ചപാണ്ഡവരാണല്ലോ, 5 പേരാണല്ലോ. കുറെ വർഷം അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വെറൈറ്റി ആയിക്കൊന്ന് 2 കൂട്ടിയതാ. +2 എന്നായിപ്പോ ആൾക്കാർക്ക് അത്ര പിടിച്ചില്ല. ന്യൂ ജനറേഷൻ. വെറുതെ ആന അടഞ്ഞത്. അതെ ചേട്ടാ, ഞാനൊരു കാര്യം പറയാം. ഇത് നമ്മുടെ ഗ്രാൻഡ് മാജിക്കലിന്റെ സർക്കസ് ആണ്, അറിയാലോ. അപ്പൊ വേണമെന്ന് വെച്ചാൽ ചേട്ടന് ഇവിടെ നല്ല പെർഫോമൻസ് ഒക്കെ ആണെങ്കിൽ ഒന്ന് പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കി തരാം. ഇതല്ല ഇതിന്റെ അപ്പുറം നടത്തിയിട്ടുണ്ട് അമ്പുജാഷൻ. ഗാനമേള തുടക്കം
ഗാനമേളയായിരുന്നാ? പിന്നെ തുടക്കം ഗാനമേളയായിരുന്നില്ലേ? എന്നിട്ട് അത് നിർത്തി കളഞ്ഞു. 4 പീസ് ഓർക്കസ്ട്ര തുടങ്ങിയതാ. 4 ആയി 8 ആയി 12 ആയി 16 പീസായപ്പോ നിർത്തി. 16 പീസ് ഓർക്കസ്ട്ര ആയപ്പോ നിർത്തി കളഞ്ഞെന്ന്. 16 പീസ് ഓർക്കസ്ട്ര ആയപ്പോ നിർത്തിയല്ല, 4 പീസ് ആൾക്കാർ 16 പീസാക്കി തല്ലി ഉടച്ച് കളഞ്ഞു. പിന്നെ അവിടെ ഇട്ട് കൊട്ടാനാ, നിർത്തി, പരിപാടി നിർത്തി. പിന്നെ നാട്ടുകാർക്ക് വേറൊരു ചിന്തയുണ്ട്, അമ്പുജാഷിനെ തോപ്പിക്കാവുന്നു. എങ്ങനെ? സാധാരണ ഞാൻ എവിടെ ചെന്ന് ബാല അവതരിപ്പിച്ചാലും എന്നോട് പ്രതികാരം ചെയ്യുന്ന ഈ കർട്ടൻ കത്തിച്ചിട്ടാണല്ലോ. ശരി ശരി. അടുത്ത വർഷം പോലെ കർട്ടൻ ഇല്ല, അടുത്ത കറക്റ്റ് ഇല്ല. കർട്ടൻ ഇല്ല, ഷട്ടറാക്കാൻ പോകല്ലേ. അപ്പൊ പിന്നെ കത്തിക്കില്ലല്ലോ. ഞാൻ ചില്ലറക്കാരനല്ലല്ലോ. അനൗൺസ്മെന്റ് ചെയ്യും, അടുത്ത ഷട്ടർ പൊങ്ങുമ്പോൾ ബാല ആരംഭിക്കുന്നതാണ്. അതെ, അണ്ണന്റെ വീട് ഇതാണ്. അണ്ണന്റെ പെങ്ങള്, ഇത് അളിയൻ, ഇത് അളിയന്റെ സഹോദരൻ, ഇതാ ഫോട്ടോ കാണുന്ന അച്ഛൻ. വേണ്ട. അതെ, ഞാൻ നമ്മുടെ അനിയത്തിയാണ്. നമ്മുടെ ബാല ഒരു ആക്ടായിട്ട് അവനിക്കുന്ന വാസന്തി. നീ എവിടെ ഇരുന്ന് നീ അങ്ങോട്ടോട്ട് ഓടിയത്? എന്റെ പൊന്നണ്ണ, ഞാൻ എന്റെ ജീവനം കൊണ്ടങ്ങ് വടക്കോട്ട് ഓടി തള്ളിക്കളഞ്ഞു. എടി നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ തെക്കോട്ട് ഓടായിരുന്നില്ലേ? ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ അവന്മാരെല്ലാം കൂടെ എന്നെ അങ്ങ് തെക്കോട്ട് എടുത്തേനെ. നീ എവിടെ ഇത്ര നേരം? ഞാൻ അവിടെ നിന്ന് ഓടി 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 നോക്കിയപ്പോഴേ ദൂരെ ഒരു വെളിച്ചം. ഞാൻ അവിടെ പോയി അങ്ങ് അകത്ത് കയറി നോക്കണു, മൊത്തം ബംഗാളികളെണ്ണ. ഈ സമയം കൂടി നീ ബംഗാളി പോയി ഓടിയാ? നീ ചില്ലറക്കാരി അല്ലല്ലോ നീ. അല്ലല്ല, അവിടെ ഒരു കൂട്ടം ബംഗാളികൾ താമസിക്കുന്ന സ്ഥലം. എന്നിട്ട് ആ ബംഗാളികളൊക്കെ കൂടെയാണ് അണ്ണ എന്നെ ഇവിടെ കൊണ്ട് സുരക്ഷിതമായിട്ട് ആക്കി. എന്നിട്ട് ആ ബംഗാളികൾ നിന്നെ ഒന്നും ചെയ്തില്ല? ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. അമ്മയുടെ ഒന്നും ചെയ്തില്ല. സത്യം? എന്റെ കൈയടിച്ച് സത്യം ചെയ്യും. ഇല്ല എന്ന് പറഞ്ഞില്ല, പിന്നെ കുത്തി കുത്തി ചോദിക്കണതിനാ. അനിയാ വേറൊന്നുമല്ല, കടന്തൽ കൂട്ടിൽ കൈയിട്ട് കഴിഞ്ഞാ ഒരു കുത്തെങ്കിലും കുത്തായിരിക്കാൻ പറ്റുമോ? അങ്ങനെ ചോദിക്കാനുള്ള കാരണം ബംഗാളികൾ ചില്ലറക്കാരല്ലല്ലോ.